വെറുതെ ഇരുന്ന് എല്ലാം ഞാൻ അള്ളാഹെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നതല്ല. ഹൃദയം അറുത്ത് മുറിച്ച് അള്ളാഹ്ക്ക് കൊടുത്തിട്ട് വരുന്നതൊക്കെ അള്ളാന്റെ തീരുമാനമാണെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ ഖൽബാണ്. അതല്ലേ നമ്മളിപ്പോ കണ്ടത് എയർപോർട്ടിൽ. ആമിർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ ഹജ്ജിന് പുറപ്പെട്ട് വന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടില്ലേ? ഹുസ്നു തവക്കുലാണ്. എന്ത് രേഖകൾക്ക് പ്രശ്നമുണ്ടായാലും, എന്തെങ്കിലും തകരാറ് പറഞ്ഞ് കാരണങ്ങൾ കാണിച്ച് അദ്ദേഹത്തെ മാറ്റിവെക്കാൻ ശ്രമിച്ചാലും, നിങ്ങൾ ആലോചിക്കണം, ഫ്ലൈറ്റാണ്. നമ്മളിപ്പോ ഈ പുറത്തൊക്കെ സോഷ്യൽ മീഡിയകളിൽ ഔലിയാക്കളുടെ ചരിത്രങ്ങളും കഥകളും ഒക്കെ പറയുമ്പോൾ ഫ്ലൈറ്റ് പിടിച്ചിറക്കി ട്രെയിൻ തടഞ്ഞു നിർത്തി എന്നൊക്കെ പറയുമ്പോൾ ട്രോളി പരിഹസിച്ച് കുറ്റപ്പെടുത്തി നിൽക്കുന്ന ഒരു വലിയ സംഘമുണ്ട്. അവിടെയൊക്കെ പറയുന്നവർക്കൊരു നിയന്ത്രണവും ഒരു മര്യാദയും വേണമെന്നത് വാസ്തവമാണ്. പക്ഷെ ട്രോളാ നിൽക്കരുത്. എന്തോ പറഞ്ഞോട്ടെ, അവരെ നിയന്ത്രിക്കേണ്ടതും അവരെ പറയുന്നതിന്റെ അതിരുകൾക്കപ്പുറമുള്ള വർത്തമാനങ്ങളെ നിയന്ത്രിക്കേണ്ടതും ഈ സമുദായത്തിന്റെ സമുന്നതരായ നേതാക്കളാണ്. അതവർ ചെയ്യും. അത് ചെയ്തില്ലെങ്കിൽ വീണ്ടും അതിന്റെ പരിണിത ഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കളിയാക്കരുത്, അതിന് നിൽക്കരുത്. ആമിർ എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഹുസ്നു തവക്കുലാണ് നമ്മൾ കണ്ടത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്തിന്റെയും ഔലിയാക്കളുടെയും ആരിഫീങ്ങളുടെയും ചരിത്രത്തിൽ കണ്ട അതേ പവർ കണ്ണുകൊണ്ട് നമ്മൾ കണ്ടില്ലേ? മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്തില്ലേ? എത്ര മനോഹരമാണ്. രോമം ഇങ്ങനെ എഴുന്നേക്കും ഈമാനുള്ളവർക്ക്. 2 പ്രാവശ്യം ഫ്ലൈറ്റ് ഉയർന്നിട്ട് പിന്നെ താഴ്ത്തിയിട്ട് ഇദ്ദേഹത്തെയും കൊണ്ടുപോകാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ നടന്ന സംഭവമാണ്. അതാണ് ഹുസ്നു തവക്കുൽ.